Hello friends, welcome back to my YouTube channel. Idea. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ സെമി സ്മോക്കി ആയി നമുക്ക് എഴുതാം എന്നുള്ളതാണ്. അതിനിപ്പോൾ ഒരു ബ്രൈഡ് ആയിക്കോട്ടെ, നമുക്ക് സ്വന്തമായിട്ട് എഴുതുന്നെങ്കിൽ ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും. നല്ല ചെറിയ ഐസുള്ള ആൾക്കാർക്കും ഇത് എഴുതാൻ പറ്റും. കാരണം ചെറിയ ഐസുള്ളവർക്ക് ഈ സ്മോക്കി ആയി എഴുതാൻ കുറച്ച് വിഷമമായിരിക്കും. കാരണം അവരുടെ ഐ കുറച്ചും കൂടി ചെറുതായി പോകുമെന്ന് പേടിച്ചിട്ട് അവർ തീരെ അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്കും എഴുതാൻ പറ്റും സെമി സ്മോക്കിയായി. അത് കുറച്ച് കണ്ണ് നല്ല എൻലാർജ് ചെയ്ത് കാണിക്കും. അപ്പം നമുക്ക് സംസാരിച്ച സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. ബാ, എവിടെ എൻ്റെ ആയുധം എവിടെ? അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഐ പ്രൈമർ. ഐ എഴുതിയതിന് ശേഷം നമുക്ക് ഫേസ് മേക്കപ്പ് ഒക്കെ പെട്ടെന്ന് അങ്ങ് ചെയ്യാം. വെറുതെ നമുക്ക് സംസാരിച്ച് എന്നും കാണിച്ച കാര്യം തന്നെ കാണിക്കുന്നത് ബോറല്ലേ. അപ്പം പെട്ടെന്ന് കാര്യം കഴിഞ്ഞങ്ങ് പോവാം. അപ്പം എനിക്കും എളുപ്പം, വീഡിയോ കണ്ടിരിക്കുന്നത് നിങ്ങൾക്കും എളുപ്പം അല്ലേ. അപ്പം നമുക്ക് ഐ പ്രൈമർ ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പം ഐ പ്രൈമറാണ് ഇടുന്നത്. അത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. ഈ വീഡിയോ, ഞാനിടുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് വന്ന് കമൻറ്റ് ബോക്സിൽ പറയുമ്പം അതെനിക്കും കൂടി ഒരു സന്തോഷമായിരിക്കും. അപ്പം കുറച്ചും കൂടി നല്ല നല്ല വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ കൂടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടും. അപ്പോൾ സെറ്റല്ലേ. അപ്പം നമ്മൾ ഐ പ്രൈമർ ഇട്ടു. ഇന്ന് നമുക്കൊന്ന് കൺസീലർ ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ NYBയുടെ ഈ ഫൗണ്ടേഷനെ കുറിച്ച് വാദോരാതെ പറഞ്ഞു. എന്താ ലോങ് ലാസ്റ്റിംഗ് ആണ്, സിറമുണ്ട്, മോയ്സ്ചറൈസറുണ്ട്, ഫൗണ്ടേഷൻ എല്ലാം അടങ്ങിയ 3-in-1 സാധനമാണെന്നൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ കൂടെ ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ഉപയോഗിച്ചിട്ട് ശരിയായ കാര്യം പറയാമെന്ന്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്ത ഒന്നും നമ്മുടെ ഫേസിൽ ഉണ്ടാവില്ല, ലോങ് ലാസ്റ്റിങ്ങും അല്ല, ഇതൊരു മീഡിയം കവറേജും കിട്ടുന്നില്ല. എനിക്കെന്തായാലും NYBയുടെ ഈ ഫൗണ്ടേഷൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. നമുക്കൊരു മോയ്സ്ചറൈസർ ഫേസിലിട്ട ഒരു ഫീൽ മാത്രമേ ഇത് തരുന്നുള്ളൂ. അപ്പോൾ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്കിതിനെക്കുറിച്ച് നല്ല അഭിപ്രായം ഇല്ല. എൻ്റെ കാശ് പോയത് മിച്ചം. അപ്പോൾ നമ്മൾ ഐ പ്രൈമർ ഇട്ടു. ഇനി നമുക്ക് കൺസീലർ ഇട്ട് കൊടുക്കാം. എല്ലാം ഇന്ന് കൈവച്ച് ടപ്പയെന്ന് ചെയ്യാൻ പോവാം. ഞാൻ ലൈറ്റായിട്ടേ കൺസീലർ ഇടുന്നുള്ളൂ. വലിയ ഡാർക്ക് സർക്കിൾസ് ഒന്നും എനിക്കില്ല. പുറത്ത് നല്ല കുയിലുകൾ കൂവുന്ന സൗണ്ട്, അപ്പുറത്തെ വീട്ടിൽ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഇടുന്നതിൻ്റെ സൗണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ അതൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ കൺസീലർ ഇട്ടു, സെറ്റായി. കൺസീലർ ഇട്ടതിന് ശേഷം ഒന്ന് സെറ്റിംഗ് പൗഡർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് കണ്ണിൻ്റെ ക്രീസ് കണ്ടുപിടിക്കുക. ഇന്നെന്നും നമ്മൾ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് നല്ല വീഡിയോ എടുക്കുന്നത്, സെറ്റപ്പൊക്കെ മാറ്റി നല്ല പുറത്തുനിന്നുള്ള നല്ല കാറ്റ്, പുറത്തുനിന്നുള്ള വെളിച്ചം ഇതെല്ലാം കിട്ടുന്ന ഒരു ഏരിയയിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഇരിക്കാൻ ഒരു സുഖമുണ്ട്. അതുകൊണ്ടാണ് ഈ സൗണ്ടെല്ലാം നിങ്ങൾ കേൾക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് എടുക്കാം. നിങ്ങൾ ഏത് ഡ്രസ്സാണോ ഇടുന്നത്, ഇപ്പോൾ പാർട്ടിക്കോ ഏത് ഒക്കേഷനാണെങ്കിലും ആ ഒക്കേഷൻ അനുസരിച്ച് ഏത് ഡ്രസ്സാണോ ഇടുന്നത് അതിൻ്റെ ഒരു ലൈറ്റ് കളർ എടുത്തിട്ട് നമുക്ക് ക്രീസ് വരയ്ക്കാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ വഴിയിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന ആൾക്കാരെയൊക്കെ കാണാം. ഇടയ്ക്ക് അങ്ങോട്ട് നോക്കാം.
അപ്പം നമ്മൾ ക്രീസ് കണ്ടുപിടിച്ചു, ഐ ഷാഡോ ഇട്ടു. ഏകദേശം ഈ ഒരു കളർ വരുന്ന ഡ്രസ്സാണ് എൻ്റെത്. അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ കൊടുത്തത്. ഇനി ചെയ്യേണ്ടത് നമ്മൾ കാജൽ നമുക്ക് വരയ്ക്കാം. നമ്മൾ സെമി സ്മോക്കി ഐ അല്ലേ ചെയ്യുന്നത്. അപ്പം കണ്ണിൻ്റെ ഈ കോർണറിൽ നമുക്കൊരു വി ഷേപ്പ് കൊടുക്കാം. ഐ ജെല്ലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഡാർക്കായിട്ട് കിട്ടുന്നത്. ഞാൻ ഡാസ്ലറിൻ്റെ ഈ കാജലാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഡാർക്കായിട്ട് ഈ ഡാസ്ലറിൻ്റെ ഈ പെൻസിൽ നന്നായിട്ട് ഡാർക്ക് ഷെയ്ഡിൽ കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഐ ജെല്ലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് വരയ്ക്കുക. ഇവിടെ ഐയുടെ ഈ കോർണറിൽ ഒരു വി ഷേപ്പ് കൊടുക്കുക. അപ്പം നമ്മൾ ഒരു വി ഷേപ്പ് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഐ ഷാഡോ പാലറ്റിൽ ബ്ലാക്ക് കളർ ഉണ്ടാവും. അത് വെച്ചിട്ട് ഇനി നമുക്ക് പെൻസിലിൻ്റെയോ ജെല്ലിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ആ ബ്ലാക്ക് പൗഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്യുന്നതിലാണ് നമ്മുടെ സ്മോക്കി ഐയുടെ ഭംഗിയിരിക്കുന്നത്. ഇനി അത് താഴോട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് ഡാർക്ക് സ്കിന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് കോപ്പറോ ഗോൾഡോ നിങ്ങളുടെ ഇപ്പോൾ ഒരു ബ്രൈഡൊക്കെ ആണെങ്കിൽ, ഒരു ഡാർക്ക് സ്കിന്നുള്ള ബ്രൈഡൊക്കെ ആണെങ്കിൽ കോപ്പർ കുറച്ചും കൂടി നന്നായിട്ട് മാച്ച് ചെയ്യും. കോപ്പർ ഐ ഷാഡോ ഉപയോഗിക്കാം. ഫെയർ ആയിട്ടുള്ളവർക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അത് ഇങ്ങോട്ടേക്ക് ആവാതെ കണ്ണിൻ്റെ ഈ എൻഡിന്ന് സ്റ്റാർട്ട് ചെയ്യാതെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ഏത് കളർ ഐ ഷാഡോ ആണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പം എൻ്റെത് ഏകദേശം ഒരു മെറൂൺ കളർ ഡ്രസ്സാണ്. അപ്പം അതിന് മാച്ചായിട്ടുള്ള ഒരു സ്മോക്കി ഐ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ വി ഷേപ്പ് വരച്ചു. ഇവിടുന്ന് ഇങ്ങോട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. എന്നിട്ട് ഇതിന് മാച്ചായിട്ടുള്ള ഐ ഷാഡോ ആണ് ഞാൻ എടുക്കുന്നത്. കുറച്ചും കൂടി നല്ല റെഡ് ഐ ഷാഡോ ഉണ്ടെങ്കിൽ ഈ ബ്ലാക്കിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം അതെൻ്റെ കയ്യിലില്ല. അപ്പം ഏകദേശം മാച്ച് ആവുന്ന തരത്തിലുള്ള ഐ ഷാഡോ എടുക്കണം. ഇപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഇപ്പം ഈ ഡാർക്ക് ഷെയ്ഡും സെപ്പറേറ്റായിട്ട് ഇതായിട്ടുണ്ട്. ഈ റെഡും രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ട്. ഏതാണ് നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് രണ്ടും കൂടി ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഞാൻ ഒരു ഷെയ്ഡും കൂടി കൊടുക്കുകയാണ്. ഒരു റോസ് ഗോൾഡും കൂടി ഞാനതിലേക്ക് മിക്സ് ചെയ്യാം. ഇപ്പം സ്മോക്കി ഐയാണ് എൻ്റെ ഡ്രസ്സിന് മാച്ചായ ഐ ഷാഡോയും കൂടിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഐലൈനർ വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ കാജൽ വരച്ചു. രണ്ട് കണ്ണിലും ഞാൻ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. ഐലാഷസ് വേണമെങ്കിൽ വയ്ക്കാം. ഇപ്പം ഞാൻ തൽക്കാലം വയ്ക്കുന്നില്ല. ഒരു ചെറിയ എന്തെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ചായ രീതിയിൽ ഇതുപോലെ ഒരു സെമി മേക്കപ്പ് ചെയ്യാം. സെമി സ്മോക്കി ആയി ചെയ്യാം.
അല്ലെങ്കിൽ ഐ ഷാഡോ ഒന്നും ഇല്ലാതെ തന്നെ ചെറിയ സെമി സ്മോക്കി ആയി ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്ത് മസ്കാരയിട്ട് ഫിനിഷ് ചെയ്യാം. പിന്നെ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും. എപ്പോഴും നമ്മൾ സാധാരണ ഓരോ ആൾക്കാരുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നീ ഐ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫേസിൽ മേക്കപ്പ് ഇടുക, അല്ലെങ്കിൽ ഫേസിൽ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഐ മേക്കപ്പ് ചെയ്യുക. നല്ലത് എപ്പോഴും ഐ മേക്കപ്പ് ചെയ്തിട്ട് ഫേസിൽ മേക്കപ്പ് ഇടുന്നതായിരിക്കും. കാരണം നമ്മുടെ ഐ ഷാഡോ ഒക്കെ ഇവിടെ ഇങ്ങനെ വീണ് ഇങ്ങനെ സ്പ്രെഡായി കിടക്കും. അതിൻ്റെ കൂടെ ഫൗണ്ടേഷനും കൺസിലറും എല്ലാം ആയിട്ട് ഒരു മിക്സ്ഡ് പരുവാകും. അതിനുശേഷം അപ്പം ഏറ്റവും നല്ലത് ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഐ ഷാഡോയുടെ പൊടിയെല്ലാം നമുക്ക് കളഞ്ഞതിന് ശേഷം ഇവിടെ കണ്ണിൻ്റെ ഇവിടെ നല്ലതുപോലെ ഐ മേക്കപ്പ് ചെയ്തത് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നി നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം. കൺസീലർ അല്ലെങ്കിൽ ഏറ്റവും ഒരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഐ ഷാഡോ പാലറ്റിൽ ഇതാ ഈ കളർ കാണും, കണ്ടോ? ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം താഴെ ഒന്ന് ഇട്ട് കൊടുത്താൽ അവിടെയുള്ള പൊടിയെല്ലാം അങ്ങ് മാറി നല്ല ഫിനിഷിങ് കിട്ടും. ഐയുടെ കോർണറിൽ എഴുതിയതിൻ്റെ നല്ലൊരു ഫിനിഷിങ് അപ്പം കിട്ടും, കണ്ടോ? ഇനി നമുക്ക് ഫേസിലെ മേക്കപ്പും കൂടി ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ താഴെ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.